നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ മൊഡ്യൂളിലെ അടുത്ത ചാപ്റ്ററാണ് പ്രായമായ സമയം. ഇത് ടോട്ടൽ ലിറ്റിൽ ഗേൾ അറ്റ് വീഡിയോ എന്ന പറഞ്ഞ ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണ്. ഈ ബുക്ക് ആക്ച്വലി എഴുതിയിട്ടുള്ളത് ജാപ്പനീസിലാണ്. മധുബി ഹാമോ ടോട്ടോ എന്നാണ് അതിന്റെ പേര്, ജാപ്പനീസ് ടൈറ്റില്. ബേസിക്കലി മലയാളം കഴിയുന്നതിന് പറയുന്നത് ടോട്ടോസാൻ ജനാലക്കെതിരെ വികൃതി കുട്ടികളാണ്. അപ്പൊ അതൊരു മുഴുവൻ ബുക്കാണ്. ആ ബുക്കിലെ ഏറ്റവും അവസാനത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. തൈനാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാപ്പനീസിലെ ബായ് എന്നാണ്. ഈ ബുക്കിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ ഡ്രാമയാണ്. അതായത് ഈ എഴുതിയിരിക്കുന്ന റൈറ്റർ തെച്ചിക്കോ റൈറ്ററിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് ഈ ബുക്ക് എന്ന് പറയുന്നത്. അതായത് എല്ലാം നടന്ന സംഭവങ്ങളൊക്കെ അതിനെയാണ് അവരൊരു എന്താ പറയുന്നത് ചാപ്റ്റർ വൈസായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അവരുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്നു, അവരെങ്ങനെയായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഈ ബുക്കിൽ പറയുന്നത്. ടോട്ടോസാൻ എന്നുള്ളത് ആക്ച്വലി ഈ റൈറ്ററിന്റെ നിക്നെയിമാണ് ടോട്ടോസാൻ എന്ന് പറയുന്നത്. ടോട്ടോസാന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടോ എന്നുള്ള വേർഡ് ജാപ്പനീസില് നമ്മൾ ക്വിക്ക് മൂവ്മെന്റ്സ്, അതിലിപ്പോ ഗോൾഡ് ഫിഷ്, കുരുവികള്, അവരുടെയൊക്കെ മൂവ്മെന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇതിനൊക്കെ റെഫർ ചെയ്തിട്ടാണ് ടോട്ടോ എന്നുള്ള വേർഡ് അവർ യൂസ് ചെയ്യുക. ക്വിക്ക് ആയിട്ട് എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ. അപ്പൊ ടോട്ടോസാൻ ഇറ്റ് വാസ് ദ സെയിം. അതായത് വളരെ എനർജിയുള്ള ഹൈ എനർജി ഉള്ള ഒരു കുട്ടിയായിരുന്നു. അവൾ എല്ലാത്തിനെ കുറിച്ച് എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു, ക്യൂരിയസ് ആയിരുന്നു, ആൻഡ് ഷീ ലവ് ടു എക്സ്പ്ലോർ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ടോട്ടോസാന് ചെറുപ്പത്തില് അത് കാരണം പല ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഒരു വേറെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ആണ് ഈ കഥ നടത്തുന്നതിന്റെ. കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് അമേരിക്ക നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അമേരിക്കൻ എന്താ പറയുക അറ്റാക്ക് ഓൺ ജപ്പാനൊക്കെ കഥകൾ അവിടെ ഇവിടെ ആയിട്ട് വന്നു പോകുന്നുണ്ട്. ഡയറക്റ്റ് ഹിൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ പോലും എന്താ പറയുക പല ചില എന്താ പറയുന്ന റീസൺസ് ചില ഇൻസിഡൻസ് നമുക്കത് കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ ലാസ്റ്റ് ചാപ്റ്റർ മാത്രമേ പഠിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാം എന്താണ് കഥ എന്നുള്ള ഒരു ജനറൽ ഐഡിയ നോക്കിയാൽ പറഞ്ഞു തരാം. അതായത് ടോട്ടോസാൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ എനർജിയുള്ള കുട്ടിയായിരുന്നു. അപ്പോൾ ടോട്ടോസാന് പഠിക്കുന്ന പബ്ലിക് സ്കൂളിൽ എന്താ പറയുന്നത് എക്സ്പെൽ ചെയ്തു, പുറത്താക്കി. പുറത്താക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം കാരണങ്ങളുണ്ടായിരുന്നു. അപ്പോൾ പക്ഷെ അതൊന്നും ശരിക്കും തെറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കാരണങ്ങളല്ല. ആ കുട്ടി അത് തെറ്റെന്ന് മനസ്സിലാക്കാൻ പോയില്ല. അതൊരു കാരണങ്ങൾ ഒരു കാരണം ടീച്ചർ പറഞ്ഞതെന്ന് വെച്ചാൽ ടോട്ടോസാന്റെ സ്കൂളിലെ ടേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അടപ്പ് പോലെ ഡെസ്ക് തുറക്കാൻ പറ്റും. അതിനകത്താണ് ഇവര് അവരുടെ ബുക്ക്, പെൻസിൽ, പേപ്പേഴ്സ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കാം. അപ്പൊ ടീച്ചർ പറയുന്നത് ടീച്ചറുടെ ക്ലാസ്സിനെ ടോട്ടോസാൻ ഡിസ്ട്രാക്ട് ചെയ്യാണ്. കാരണം ടോട്ടോസാൻ എപ്പോഴും എന്തെങ്കിലും എടുക്കും വെക്കുകയായിരിക്കും. അപ്പൊ ഈ ഡെസ്ക് വലിച്ചു തുറക്കും അടക്കി. അപ്പൊ ഈ സൗണ്ട് വരെ ടീച്ചർ ക്ലാസ് എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ എന്താ പറയുന്നത് ടോട്ടോസാൻ എപ്പോഴും വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കും. എന്നിട്ട് സ്ട്രീറ്റ് മ്യൂസീഷ്യൻസിനെ വിളിച്ചു വെച്ച് പാട്ട് പഠിക്കും, അല്ലെങ്കിൽ കുരുവികളോട് വർത്താനം പറയും. അങ്ങനെ അങ്ങനെ പല കാര്യങ്ങൾ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ക്യൂരിയസ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു ടോട്ടോസാൻ. അപ്പൊ ഈ കാരണങ്ങളൊന്നും അവിടുത്തെ ടീച്ചേഴ്സിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്താ പറയുക ടോട്ടോസാനെ സ്കൂളിൽ പുറത്താക്കി. പക്ഷെ ടോട്ടോസാന്റെ അമ്മ ഒരിക്കലും ടോട്ടോസാന് പറയുന്നില്ല എന്ത് അവളെ അവിടുന്ന് പുറത്താക്കിയതാണ് എന്നുള്ളത് ഒരിക്കലും പറയുന്നില്ല. കാരണം എന്താ അവൾ ചെയ്തത് തെറ്റാണെന്ന് പോലും അവൾക്ക് മനസ്സിലാക്കാനുള്ള പ്രായം ആയിട്ടില്ല. കാരണം അവൾ ചെയ്തത് തെറ്റുമല്ല. കാരണം അവളുടെ അമ്മ എന്താ പറയുന്നത് ഫ്ലാഷ് ബാക്കിൽ ചിന്തിക്കുന്നുണ്ട്. ആദ്യത്തെ ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ടോട്ടോസാൻ ഏറ്റവും എന്താ പറയുക എക്സൈറ്റഡ് ആയിരുന്നത് അവളുടെ ഡെസ്കിനെ പറ്റിയായിരുന്നു. അവളുടെ വീട്ടിലെ ഡെസ്ക് അതിൽ ഡ്രോയറുകളാണ് വലിച്ചു തുറക്കാൻ പറ്റുന്നത്. അപ്പോൾ ടോട്ടോസാൻ പറയുന്നുണ്ട് അമ്മ എനിക്ക് സ്കൂൾ ഭയങ്കര ഇഷ്ടമായി. കാരണം എന്താ സ്കൂളിന്റെ ഡെസ്ക് മുകളിൽ ഇങ്ങനെ തുറക്കാൻ പറ്റുന്നതാണ്, അത് നല്ല രസമുണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എക്സൈറ്റഡ് ആയിരുന്ന ഒരു കുട്ടിയെ അതേ കാരണം കൊണ്ട് സ്കൂളിൽ നിന്ന് പുറത്താക്കി എന്നുള്ളത് ആ അമ്മയ്ക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത് തെറ്റായിട്ടൊന്നും നടക്കുന്നതായിട്ടറിയില്ല. പക്ഷെ നമ്മളുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ റോളുകളോടൊന്നും എന്താ പറയുക ഒത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് തന്നെ അവളെ ആ സ്കൂളിൽ പുറത്താക്കുന്നു. അപ്പൊ ടോട്ടോസാന്റെ അമ്മ എന്താ വെച്ചാൽ ഇത് തെറ്റായിട്ടല്ല അവർ കണക്കാക്കുന്നത്. അവരെന്താ ചിന്തിക്കുന്നത്, എന്റെ മകൾക്ക് അവളുടെ ക്യൂരിയോസിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന, അവളുടെ
എന്താ പറയുക എക്സൈറ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുന്ന ഒരു നല്ല സ്പേസ് ആണ് ആവശ്യം എന്നുള്ളത് അവർ തമ്മിൽ മനസ്സിലാക്കുക. അങ്ങനെയാണ് അവരെ തൊമോയ് ഗക്കുയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളിലേക്ക് കൊണ്ടുവരുന്നത്. തൊമോയ് ഗക്കുയിൻ എന്ന് പറഞ്ഞാൽ ഗക്കുയിൻ എന്ന് പറഞ്ഞാൽ ജാപ്പനീസിലെ സ്കൂളിൽ തന്നെ അർത്ഥം. തൊമോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർമണി, നേച്ചർ ബാലൻസ്, അങ്ങനെ അർത്ഥങ്ങളാണ്. അപ്പൊ ഈ സ്കൂൾ പറഞ്ഞത് ഈ സ്കൂൾ ഫൗണ്ട് ചെയ്തത് അതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് അതിന്റെ ഹെഡ് മാസ്റ്റർ തന്നെയാണ് പ്രൊസാക്കു കൊബയാഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ്. ഇദ്ദേഹത്തിന്റെ ഒരു ഐഡിയോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ അവരുടെ എത്ര അധികം നാച്ചുറൽ ഡെവലപ്മെന്റിന് സാധിക്കുമോ അത്രയധികം അങ്ങനെ ചെയ്യാനുള്ളത്. അദ്ദേഹം വിശ്വസിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാ കുട്ടികളും ഇന്നേറ്റ് ആയിട്ടുള്ള ഗുഡ്നെസ്, അതായത് ഉള്ളിൽ തന്നെ നല്ലോട് കൂടി തന്നെയാണ് ജനിക്കേണ്ടത്. പക്ഷേ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, അവരുടെ മേല് മുതിർന്നവർക്കുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്, ഇതൊക്കെയാണ് അവരെ എന്തെങ്കിലും എന്താ പറയുന്നത് മാറ്റം അവരിൽ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ എന്താ പറയുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള സിസ്റ്റത്തിന് വിശ്വാസമില്ല. കാരണം അത് കുട്ടികളെ അവരായിട്ട് കണക്കാക്കുന്നില്ലല്ലോ, എല്ലാവർക്കും ഒരേ റൂളല്ലേ. അതുകൊണ്ട് തന്നെ ഓരോ കുട്ടികളെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വ്യക്തിത്വങ്ങളെ നറിഷ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ നറിഷ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സിസ്റ്റമാണ്. അതിന് അവൻ സ്കൂൾ പഠിപ്പിച്ചത്. പിന്നെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട്, വളരെ നാച്ചുറൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. അവർ പഴയ എന്താ പറയുക ട്രെയിനിന്റെ ബോഗീസ് ആണ് ക്ലാസ് റൂമുകളായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ ഈ സ്കൂളിലേക്ക് അമ്മ കൊണ്ടുവരാണ്. അവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മാത്രമല്ല അത് അവിടെ എപ്പോഴും ഹെഡ് മാസ്റ്റർ ഒന്നെങ്കിൽ നല്ലൊരു കുട്ടിയാണ് എന്ന് പറയുന്നത്. കാരണം ബാക്കി സ്കൂളിൽ പഴയ സ്കൂളിലൊക്കെ ഇവിടെ എപ്പോഴും ബാഡ് എന്നാണ്. ഈ ഹെഡ് മാസ്റ്റർ എപ്പോഴും ഇവരോട് ഒന്നിൽ നല്ല കുട്ടിയാണ് എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ഇഷ്ടം എന്താ പറയുന്നത് പെട്ടു ഈ സ്കൂൾ. ഇനി ഇതായിരുന്നു കഥയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ, അതായത് ലാസ്റ്റ് ചാപ്റ്റർ ബേസിക്കലി വളരെ ചെറിയ ഒരു ഷോർട്ടായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിനകത്ത് പറയുന്നത് സൈനാന എന്നുള്ള ഗുഡ് ബൈ തന്നെയാണ് ഈ എന്താ പറയുക ചാപ്റ്ററിന്റെ ഒരു ഇതിവൃത്തം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കൂൾ തകരുകയാണ്. സ്കൂളിന് തീ കിട്ടി. എങ്ങനെ കിട്ടിയത്? അമേരിക്കൻ ഫ്ലൈറ്റുകൾ, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ജപ്പാനിൽ ആകെ ബോംബ് വർഷിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ബോംബ് വന്ന് വീഴുന്നത് ഈ സ്കൂളിലാണ്. അതുകൊണ്ട് തന്നെ ഈ സ്കൂൾ ആകെ തീ പിടിക്കുകയും സ്കൂൾ കംപ്ലീറ്റ്ലി തീ കത്തി ചായ പോകുകയാണ്. അപ്പോ ഈ ഹെഡ് മാസ്റ്ററിന്റെ ഭാര്യയും അതുപോലെ തന്നെ അവരുടെ മക്കളായിട്ട് മിസോച്ച, ഞാൻ പറഞ്ഞു ഈ ചാൻ എന്നുള്ളത് ജാപ്പനീസിലെ ഒരു അഡ്രസ്സിനാണ്. മിസോ എന്നുള്ളതാണ് പേര്. നമ്മൾ മിസ്റ്റർ, താങ്കൾ, ഇദ്ദേഹം, അദ്ദേഹം എന്നൊക്കെ പറയുന്ന പോലെ ഉള്ള അഡ്രസ്സിനാണ് ചാൻ എന്നുള്ളത്. അപ്പോൾ ഈ ഹെഡ് മാസ്റ്ററിന്റെ മക്കളായിട്ടുള്ള മിസോച്ചാൻ, ഹെഡ് മാസ്റ്ററിന്റെ ഭാര്യ, അവരൊക്കെ അവിടെ ഓടി രക്ഷപ്പെടുന്നുണ്ട്. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. കംപ്ലീറ്റ്ലി ആ കെട്ടിടം അങ്ങനെ നശിച്ചു പോവാണ്. അപ്പൊ എന്താ ഉണ്ടായത്? ഈ തീ പിടിച്ച് നശിച്ചു പോകുന്നത് ഹെഡ് മാസ്റ്റർ അവിടെ സ്പീഡിൽ നിന്നിട്ട് അദ്ദേഹത്തിന്റെ ഒരു സ്യൂട്ടൊക്കെ ഇട്ടിട്ട് ആ സ്യൂട്ടിന്റെ പോക്കറ്റിൽ കൈയിട്ടിട്ട് ഇങ്ങനെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂത്ത മകനുണ്ട്, യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് ആയിട്ടുള്ള തൊമ്മയ. അപ്പോൾ തൊമ്മയോട് ഇങ്ങനെ പറയുകയാണ്, നമ്മളിനി അടുത്ത സ്കൂൾ എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നാ ചോദിക്കുന്നു. അത്രയും ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, അതായത് എല്ലാം എന്താ പറയുക ഇപ്പൊ സംഭവിച്ച കാര്യത്തോട് കൊണ്ട് ഡെസ്പായിട്ട് എന്താ പറയുക മടുത്തു എന്ന് പറഞ്ഞിരിക്കാതെ ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തോടെ ഇത് നമുക്ക് അടുത്ത സ്കൂൾ എങ്ങനെയാണ് പണിയേണ്ടതെന്നാണ് അപ്പൊ തന്നെ പുള്ളി ആലോചിച്ചിട്ടുള്ളത്. പക്ഷെ ആ മൂന്ന് സ്കൂൾ ഒരിക്കലും ഉണ്ടാവുന്നില്ല. അതിന് മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഈ സ്കൂൾ കംപ്ലീറ്റ്ലി റീപ്ലേസ്ഡ് ആയിട്ട് അവിടെ വേറെ പല കെട്ടിടങ്ങളും ഒക്കെ വന്നു. അപ്പൊ അത് ഈ ബുക്കിന്റെ ലാസ്റ്റ് ആയിട്ടൊരു എന്താ പറയുക എപ്പിലോഗ് പോലെ ഒരു പോസ്റ്റില് റൈറ്റർ എഴുതിയിട്ടുണ്ടാണ്. വയസ്സായി കഴിഞ്ഞിട്ട് അവിടെ കാണാൻ പോകുന്നുണ്ട്. അപ്പൊ അതൊരു പാർക്കിങ്ങിലോട്ടാണ് സൂപ്പർ മാർക്കറ്റിന്റെ ഈ സ്കൂൾ നിൽക്കുന്ന സ്ഥലം. അപ്പൊ ഈ സ്കൂൾ കത്തി വരുന്ന സമയത്തിന് ടോട്ടോച്ചാൻ എവിടെയാണ്? ടോട്ടോച്ചാന്റെ അമ്മയും ഒക്കെ ആയിട്ട് ഇവരെ ഇവാക്യുവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ട്രെയിനിലാണ് ഉള്ളത്. അപ്പൊ ആ ട്രെയിനിൽ അവള് കിടന്ന് ഉറങ്ങുകയാണ്. അതോടുകൂടിയാണ് കഥ അവസാനിപ്പിക്കുന്നത്. കുറെ സ്ട്രേഞ്ചേഴ്സിന്റെ ഒപ്പം എന്താ പറയുന്നത് ഈ ബോംബും യുദ്ധം ഇതിന്റെയൊക്കെ പ്രതീതിയില് അങ്ങനെ ഒരു മാറ്റം, അതായത് അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നിരുന്ന ഒരു അൺകൺവെൻഷണൽ ആയിട്ടുള്ള സ്കൂൾ അവിടെ അവസാനിച്ച് പോവുകയാണ്. അതിന് പിന്നീട് അങ്ങോട്ട് പദ്ധതികളൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷെ ആ സ്കൂളുകൾക്ക് കൊടുത്ത ഒരുപാടധികം മെമ്മറീസും കാര്യങ്ങളും ഉണ്ട്. അത് അവൾ അത്രയും ട്രഷർ ചെയ്യുന്നുണ്ട്.
അങ്ങനെ അതോടെ അവള് അവിടെ എന്താ പറയുക ആ ട്രെയിനിൽ കിടന്ന് അമ്മയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നതോട് കൂടിയാണ് ആ ചാപ്റ്റർ അവസാനിക്കുന്നത്, കഥ അവസാനിക്കുന്നത്. ഇത്രയേ ഉള്ളൂ കഥ, ഇത്രയേ ഉള്ളൂ ആ ചാപ്റ്ററിൽ. അപ്പൊ ഇത് പ്രത്യേകിച്ച് കാണിക്കുന്ന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ യുദ്ധത്തിന്റെ പല ഡയറക്റ്റ് ആയിട്ടുള്ള എന്താ പറയുന്ന പ്രതിപാദനമൊന്നും ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ എന്താ പറയുന്നത് ചില ഹിൻസ്, വളരെ സട്ടിലായിട്ടുള്ള ഹിൻസ് നമുക്ക് റൈറ്റർ തരുന്നുണ്ട്. അതായത് അവളുടെ ഒരു ടോട്ടോജാൻ ഇഷ്ടപ്പെട്ട ഒരു കാരമൽ കാൻഡി ഉണ്ടായിരുന്നു, അത് വാങ്ങിക്കാൻ സാധിക്കാതെ പോകുന്നു. അതുപോലെ തന്നെ ടോട്ടോജാന് വേണ്ടിയിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ലഞ്ച് ഒന്നും ഉണ്ടാക്കാനുള്ള കണ്ടീഷൻ അവരുടെ അമ്മയ്ക്ക് ഉണ്ടാവുന്നില്ല. അതായത് എക്കണോമിക്കലായിട്ടും എന്താ പറയുന്നത്, അതുപോലെ തന്നെ സാധനങ്ങളുടെ സപ്ലൈ അങ്ങനത്തത്. അതുപോലെ തന്നെ ഒരു കുട്ടി പെട്ടെന്ന് സ്കൂൾ നിർത്തി പോവുക. അപ്പൊ ഇങ്ങനത്തെ ചില സട്ടിലായിട്ടുള്ള ഹിൻസ് ഉണ്ട്. ഇതൊക്കെ യുദ്ധത്തിന്റെ ഹിൻസ് ആയിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് റൈറ്റർ. അതായത് എക്കണോമി എന്താ പറയുന്നത്, എക്കണോമിയുടെ ഫോള്, അതുപോലെ സാധനങ്ങളുടെ സപ്ലൈയുടെ കുറവ്, പലരുടെയും കണ്ടീഷൻസ്, പലരും എന്താ പറയുന്നത് അവിടെ വിട്ടു പോവാൻ ഫോഴ്സ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതൊക്കെ. ടോട്ടോജാൻ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. കാരണം ഒട്ടും കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ബുക്കാണ്. അതിൻ്റെ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ട്രാൻസ്ലേഷൻസും അവൈലബിൾ ആണ്. ഒറ്റയടിക്ക് വായിച്ച് തീരാൻ പാകത്തിനുള്ള ഒരു ബുക്കാണത്. ഇതാണ് ബേസിക്കലി എന്താ പറയുന്ന ഈ കഥയുടെ ഒരു ഇതിവൃത്തം. ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൻ്റെ ബാക്ക് സ്റ്റോറിയും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. താങ്ക് യു.